വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 13, 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഉപമകളുടെ ഉദ്ദേശം. അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നതെന്തുകൊണ്ട്? അവൻ മറുപടി പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് അത് ലഭിച്ചിട്ടില്ല. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യേശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. യേശു ബോധ്യങ്ങളുടെ മനുഷ്യൻ. ബോധ്യങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ട് യേശു സംസാരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷം ഒരാവർത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബോധ്യങ്ങളിലെ ഏറെയും യഥാർത്ഥത്തിലുള്ള അനുഭവത്തിന്റെ പിൻബലത്തോടുകൂടെ രൂപീകരിക്കപ്പെട്ടവയാണ് എന്നും ഉള്ള ഒരു ചിന്ത നമ്മളിൽ ജനിപ്പിക്കാൻ യേശുവിന്റെ വാക്കുകൾക്ക് സാധിക്കുന്നു. എന്നാൽ ഇത്തരം അനുഭവങ്ങളുടെ പിൻബലം ഇല്ലാത്ത വ്യക്തികൾക്ക് ഇന്നത്തെ സുവിശേഷം അർത്ഥപൂർണവും പ്രസക്തവുമായി തോന്നണം എന്നില്ല. യേശുവിന്റെ മനസ്സിലുള്ള തീവ്രമായ ദുഃഖം, ഹൃദയത്തിന്റെ വേദന ഘനീഭവിച്ച് യേശു സംസാരിക്കുന്നു. ജനങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ സംസാരിക്കുന്ന നല്ല കാര്യങ്ങളിൽ പലതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇടവരുന്നില്ല. എന്നല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവരുദ്ദേശിക്കുന്നുമില്ല. ഇവിടെയാണ് യേശുവിന്റെ ദുഃഖത്തിന്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ ആകുന്നത്. അവിടെ മനുഷ്യരുടെ ഇടയിൽ വളർന്നു വരുന്ന കാപട്യവും ആത്മാർത്ഥതയില്ലായ്മയുടേതുമായിട്ടുള്ള ഒരു സംസ്കാരത്തിലാണ്, ആ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ഹൃദയത്തിന് ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് താൻ തിരഞ്ഞെടുത്ത് പ്രത്യേകം ശിക്ഷണം കൊടുത്ത് വളർത്തിവരുന്ന ശിഷ്യന്മാരോട് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ സംസാരിക്കുകയാണ്. പ്രിയമക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും സുതാര്യതയ്ക്കും ഭംഗലേൽക്കാൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അനുവദിക്കരുത്. ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കാൻ ഇടവന്നിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു തരത്തിലും അവയെ ബലികഴിക്കാനോ അവയ്ക്കെതിരായിട്ട് വക്രതയും മുഖം മൂടിയും സത്യസന്ധതയില്ലായ്മയും ആയിട്ടുള്ളൊരു ജീവിതശൈലി നിങ്ങൾക്കുണ്ടാകരുത് എന്ന് യേശു തന്റെ ശിഷ്യന്മാരോടായിട്ട് പറയുകയാണ്.
ഇന്ന് നിങ്ങൾക്ക് അല്പം സുതാര്യതയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ള ഒരു സ്ഥിതിവിശേഷം ഞാൻ കാണുന്നതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്ന് യേശു പറയാനും അവരെ അംഗീകരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും യേശു മടി കാണിക്കുന്നില്ല. ഇത് തന്നെയായിരിക്കില്ലേ യേശുവിനെ നമ്മോടും ഇന്ന് സംസാരിക്കാനുണ്ടാകുക. ഒരു തരത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മുഖം മൂടിയുടെയും ആത്മാർത്ഥതയില്ലായ്മയുടെയും കാപട്യത്തിൻ്റെതായിട്ടുള്ള ജീവിത ശൈലി നാം പ്രകടിപ്പിക്കാൻ ഇടവരാതെ സത്യസന്ധവും സുതാര്യവും പ്രതിബദ്ധപൂർണവുമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് ഉള്ള സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് വേണം നാം മനസ്സിലാക്കാൻ.